നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈക്കിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സാധനം എടുത്തു. അത് നിങ്ങളുടെ ഇതിൽ കണ്ടുള്ള ഒരു സാധനമാണ്, ഒരു മൈക്കാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇത് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, പക്ഷേ അത് ഫ്ലോപ്പായി പോയ കാരണം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചാലേ വരും. ഒരു മൈക്കാണ് സാധനം, മാക്കിൻ്റെ മൈക്കാണ് ഇത്. നമുക്കിങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഏകദേശം 350 രൂപ 360 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഐഫോൺ ഉള്ളവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ് ഇത്. ഐഫോണിൻ്റെ പിന്നിൽ കുത്തിയിട്ട് നമുക്ക് സി ടൈപ്പാണ് ഇതിനൊരു റിസീവർ വരുന്നുണ്ട്. ആ റിസീവർ ഇതാണ്. ഇത് എൻ്റെ കയ്യിൽ ഒരു OTG കേബിളാണ്. ഇങ്ങനൊരു റിസീവറും ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ആ റിസീവറിൻ്റെ കൂട്ടത്തിൽ വേറെ വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി ടൈറ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ, ഇത്രയും സാധനങ്ങൾ ഓൾറെഡി ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. പൊട്ടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഒരു അടിപൊളിയായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല, ക്ഷമിക്കുക. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. ഒരു മൈക്ക്, ഒരു മാക്കിൻ്റെ മൈക്ക്, റിസീവർ, OTG കണക്ഷൻ. OTG നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ PC മീൻസ് കമ്പ്യൂട്ടറിലൊക്കെ ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ കണക്ട് ചെയ്യാൻ ഇത് ഓക്കെയാണ്. ഐഫോണിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ ഈ റിസീവർ അതേ കണക്ട് ചെയ്യുക, അതാണ് അതിൻ്റെ ഫങ്ഷൻ. അത്ര സാധനം ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനൊരു പവർ ബട്ടൺ ഉണ്ട്. ആ പവർ ബട്ടൺ ഓൺ ആക്കുക. ഒരു ചാർജർ വരുന്നുണ്ട് കേട്ടോ ഇതിന്. അത് ഞാൻ വിട്ട് കളഞ്ഞ അവിടെ ഒരു മീൻസ് നമ്മുടെ മൊബൈലിലൊക്കെ കാണുന്ന നമുക്കൊരു C ടൈപ്പ് ഒരു കേബിൾ, അത്രേ ഉള്ളൂ, ഒന്നുമില്ല. ഇതിങ്ങനെ നമ്മൾ ഓൺ ആക്കുമ്പോൾ ഒരു പച്ചയും ചുമന്ന ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ഇപ്പോൾ ഫോണിൽ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തായിരുന്നു. എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല, കാരണം ഇതിലൊരു ചെറിയൊരു ഇരപ്പുണ്ട്. കാരണം ചൈനീസ് ബ്രാൻഡാണെന്ന് തോന്നുന്നു. അത്ര പെർഫെക്റ്റ് ഒന്നും പറയില്ല. എനിക്കിതിൻ്റെ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നിർവാഹമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് കണക്ട് ചെയ്തിട്ട് എൻ്റെ ഇതിന് വേറൊരു സംഭവമുണ്ട്. നമ്മളിത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ക്യാമറയിൽ ഇത് വർക്കാവില്ല. ഇതിന് ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് വർക്ക് ചെയ്യിപ്പിച്ചു, വലിയ കുഴപ്പമില്ല, വർക്ക് ചെയ്യും. കാരണം നമ്മൾ സെൽഫി സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ദൂരത്ത് നിന്നിട്ട് സംസാരിക്കാനാണെങ്കിലും നമുക്കൊരു മൈക്ക് ആവശ്യമാണ്. ഇത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതൊരു ഗ്രീൻ കളറിൽ കത്തി നിൽക്കും, സ്റ്റേ ആയിട്ട് കത്തി നിൽക്കും. അതാണ് അതിൻ്റെ ഓപ്ഷൻ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി വെക്കാം, ഇതിലിങ്ങനെ കുത്തി വെച്ച് സംസാരിക്കാൻ പറ്റും. ഇതിപ്പം കണക്റ്റഡ് അല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫോണിൻ്റെ ഇതിൽ തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം വേറെ ഒന്നുമില്ല, വലിച്ചു നീട്ടുന്നില്ല. ഈ സംഭവത്തിൻ്റെ റിവ്യൂ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. ഓൾറെഡി ഞാനൊരു വീഡിയോ എടുത്തു, വീഡിയോ ഫ്ലോപ്പായി. അതിന് ശേഷം അപ്പം എന്തായാലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി, അപ്പം കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. പിന്നെ എൻ്റെ ചാനലിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീഡിയോസും കാണും. ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസും കാണും, ഇതുപോലെ അൺബോക്സിങ് വീഡിയോ കാണും. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ തന്നെ കൺഫ്യൂഷൻ, ഇവൻ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളത്. ശരിയാണ്, അങ്ങനെ ചെയ്തതെന്നാണ്. കാരണം എനിക്ക് പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ആൾക്കാർക്ക് ചിലപ്പം പല കാര്യങ്ങളിൽ മിക്സായി പോകും അല്ലേ. അതുപോലെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനിരിക്കുകയാണ്. ഫേസ്ബുക്കിൻ്റെ കാര്യം, യൂട്യൂബിൻ്റെ കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ മേടിച്ച സാധനങ്ങൾ അൺബോക്സ് ചെയ്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ കുഴപ്പമുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ വേണമെങ്കിൽ കണ്ടോ. ഒരു റിംഗ് ലൈറ്റ്, ട്രൈപോഡ്, സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലൊരു മൈക്കും വരുമ്പോൾ ഞാൻ കാണിക്കും എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്കിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് വെച്ചേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി മേടിച്ചുകൊള്ളുക. ഫ്ലിപ്കാർട്ടിൽ ഈ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സാധനം വലിയ കുഴപ്പമില്ല, നല്ല സാധനമാണ്.
പക്ഷേ ഒരുപാട് നല്ലതാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മളെപ്പോൾ നമ്മൾ ചെറിയ യൂട്യൂബർക്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം, എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് നല്ല വിലയുള്ള മൈക്കുകളൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് അവർ അത് സെൻസ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്തോളെ നമ്മുടെ വോയിസ് ആയിരിക്കും കൂടുതലായിട്ടും എടുത്ത് കാണിക്കുന്നത്. ഇതിലും ആ വോയിസ് കട്ടായി പോകുന്നുണ്ട്, പക്ഷേ വോയിസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ, മീൻസ് നമ്മൾ റേഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊരു കാന്തമോ അല്ല എന്തെങ്കിലും ഒരു മൊബൈലും ഉണ്ട്, അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ സൗണ്ട് ഇല്ല, കിരികിരാന്നുള്ള ഒരു ഇരപ്പുണ്ടല്ലോ, ആ ഒരു ഇരപ്പ് ഇതിൻ്റെ അകത്തിൽ വരുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇനി കുറച്ചുകൂടെ ഒക്കെ ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ റെഡി ആകുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ കണക്കാണ് നിങ്ങളോട് പറയുന്നത്. സംഭവം മേടിക്കേണ്ടവർക്ക് മേടിക്കാം, 500 രൂപ താഴെ ഉള്ളൂ. ഇതിൻ്റെ പെയർ വരുന്നുണ്ട് 550 രൂപ സംതിങ് ആണ് എൻ്റെ വില വരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്, മേടിക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു ബോക്സിലാണ് വരുന്നത്. ഇതിൽ മൈക്കും ഇതിൽ ആ റിസീവറും കൂടെ വരും, അത്രേ ഉള്ളൂ സംഭവം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എക്സ്പെഷ്യലി നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ വീഡിയോസും പോകുന്നത്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ, ഹാപ്പി ക്രിസ്മസ്.